നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ മൂക്കാണ് വരയ്ക്കുന്നത്. മൂക്കും ചുണ്ടുമാണ് അടുത്ത 2 വീഡിയോയിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ മുഖം വരയ്ക്കുന്ന ഒരു ടെക്നിക്കിലേക്ക് വരും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ ഓരോന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മൾ വരയ്ക്കുന്ന ഒരു ചിത്രം മാത്രമല്ല വേണ്ടത്. നിങ്ങൾ ധാരാളം റെഫർ ചെയ്യുകയും നമ്മളെ കാണിക്കുന്ന മോഡൽ ആ രീതിയിൽ നിങ്ങൾക്ക് വരച്ചു നോക്കാവുന്നതുമാണ്. നോക്കൂ, ഒരു മൂക്ക് വരയ്ക്കുമ്പോൾ ഞാൻ പരമാവധി നിയമങ്ങളെ ഒഴിവാക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലെ, വ്യത്യസ്ത തരം മൂക്കുകളാണ് ഓരോ വ്യക്തിക്കും. അല്ലേ, നമ്മുടെ വൈവിധ്യങ്ങൾ അങ്ങനെയാണ്. എല്ലാവർക്കും ഒന്നും ഒരുപോലെയല്ല. മൂക്ക്, കണ്ണ്, ചുണ്ടൊക്കെ നോക്കിയാലെല്ലാം അങ്ങനെയാണ്. അതാണല്ലോ അതിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ വൈവിധ്യവും എന്ന് പറയുന്നല്ലേ. അപ്പോൾ നോക്കൂ, ഇങ്ങനെ വരച്ചിട്ട് ഇതാണ് മൂക്കിൻ്റെ ഏറ്റവും സെൻട്രൽ ഭാഗം. നമ്മുടെ ഒരു മുഖം നോക്കിയാൽ മുഖത്ത് ഏറ്റവും ലൈറ്റ് എവിടെയാണ് കിട്ടുന്നത് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയേണ്ടത് മൂക്കിൻ്റെ തുമ്പത്താണ്. കളർ ചെയ്യുമ്പോഴും പോർട്രേറ്റ് വരയ്ക്കുമ്പോഴും നമ്മൾ ആദ്യം ലൈറ്റ് കാണേണ്ടത് നേരെയുള്ള ലൈറ്റിൽ മൂക്കിൻ്റെ തുമ്പത്താണ്. ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്, ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മൂക്കാണ് മുഖത്തല്ലേ. അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതേ. അതിവിടെയാണ് ഈ ലൈറ്റ് വീഴുന്നത്. നോക്കൂ, ഇത് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാതെ. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് അകത്തേക്ക് പോവുകയാണ്. നോക്കൂ, ഇതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ടോ, പലതരം മൂക്കുകളുണ്ടല്ലോ അല്ലേ. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് വളരെ പ്രസിദ്ധമാണ്, നീണ്ട് വളഞ്ഞ മൂക്ക്. അങ്ങനെ ഓരോരുത്തരെയും നമുക്ക് അറിയാവുന്ന ഓരോരുത്തരെയും മൂക്കിൻ്റെ സ്ഥിതി, ഷേപ്പ് വളരെ വ്യത്യാസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് അധികം വരയ്ക്കാനില്ലാത്തൊരു ചിത്രമായതുകൊണ്ട് ഇതിൻ്റെ പല ആംഗിളിൽ നിന്ന് ഞാനിത് വരച്ച് കാണിക്കാം. ആദ്യം നമ്മളിത് ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി വലതുവശത്തേക്കുള്ള ഒരു മൂക്കാണെങ്കിൽ നോക്കൂ, ഈ പാലം ഇങ്ങനെ വരുന്നുണ്ട്. മൂക്കിൻ്റെ പാലമൊന്നും നമ്മൾ പറയില്ല, അതിങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇവിടെയാണ് ലൈറ്റ് വരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു ഒരുപാട് ലൈവ് എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് നോക്കി വരയ്ക്കാൻ ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാവരും കൊണ്ട് പിടിച്ചിരുത്തിയിട്ട്, നിങ്ങൾക്ക് പറ്റുന്നവരെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് നമുക്ക് വരച്ച് പഠിക്കാൻ പറ്റണം. ഏറ്റവും നല്ലത് എപ്പോഴും നമ്മൾ ലൈവായി ചെയ്യുന്നതാണ്. മീൻസ് നമ്മുടെ ചുറ്റുമുള്ള ആരെങ്കിലും കണ്ടു വരയ്ക്കുന്നതാണ് എപ്പോഴും. ഏത് ചിത്രീകരണവും, മരങ്ങളാണെങ്കിലും പുഴയാണെങ്കിലും നദിയാണെങ്കിലും ചെടികളാണെങ്കിലും പൂക്കളാണെങ്കിലും എല്ലാം നമ്മൾ റിയലായിട്ടുള്ള ചിത്രങ്ങളെ കണ്ടു വരയ്ക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന, നമ്മുടെ വിരലിലുണ്ടാകുന്നൊരു മാറ്റം അത് സാധാരണ ചിത്രം കണ്ടു വരയ്ക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ചിത്രകല പഠിക്കുന്ന കുട്ടികളൊക്കെ ഔട്ട്ഡോർ, അന്ന് ഒരേ സിസ്റ്റമാണ്, ഔട്ട്ഡോർ പോകണം, ഇത്ര ചിത്രം സബ്മിറ്റ് ചെയ്യണം. ഞാനൊക്കെ പഠിക്കുമ്പോഴങ്ങനെ ഉണ്ടായിരുന്നു. നോക്കുക, 2 മൂക്കായി. അപ്പോൾ ഇനി കാണിച്ചു തരാം. ഇനി ഇങ്ങോട്ട് നമുക്കിതുപോലെ ഇങ്ങോട്ട് വരച്ചു, ഇനി നേരെ വരച്ച് കാണിക്കാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നേരെ വരച്ചു, ഇവിടെ നമ്മളൊരു വട്ടം ഇട്ടു മൂക്കിലെത്തുമ്പോൾ. കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിടർന്ന് നോക്കൂ. അത് നമ്മൾ ഈ പോർഷൻ അങ്ങ് പൂർത്തിയാക്കുക. കണ്ടോ, ഇങ്ങനെ വരച്ചിട്ട് ഈ വരുന്ന സൈഡിൽ ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ ഒരു അടയാളപ്പെടുത്തുക. എപ്പോഴും ഞാൻ ഈ പറയുന്നതൊക്കെ തികച്ചും ചിത്രകല പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നല്ല തെളിഞ്ഞ അനാട്ടമിക്ക് നന്നായിട്ട് വരച്ച ഒരു ആർട്ടിസ്റ്റിന് ഇതിനേക്കാൾ നല്ല രീതികൾ അവർ വരയ്ക്കും. ഞങ്ങൾ തന്നെ വരയ്ക്കും, വേറെ രീതികൾ നമ്മൾ വരയ്ക്കാറുണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ ശരിയായൊരു വഴിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം ചെയ്യാം. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുപാട് തരം വരകളൊക്കെ ബ്ലോക്ക് ചെയ്തൊക്കെ പഠിപ്പിക്കും. പക്ഷേ ഈ വരകളൊക്കെ എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ പിന്നെ വരയ്ക്കുമ്പോൾ നമുക്ക് സംശയമാവും. അങ്ങനെ ഒരുപാട് വരകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ വരകളിൽ കുടുങ്ങിപ്പോയിട്ട് റിയൽ പിക്ചറിലേക്ക് വരാൻ മടിയാവും. എന്നാൽ ചിത്രകല വരച്ച് തെളിഞ്ഞൊരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ വരച്ചാലും എങ്ങനെ വരച്ചാലും ഒരു പ്രശ്നവും ഇല്ലാതെ ചിത്രത്തിലേക്ക് എത്താൻ സാധിക്കും. തുടക്കക്കാർ പരമാവധി ലളിതമായിട്ട് വരയ്ക്കാനാണ് പഠിക്കേണ്ടത്. ഇനി ലളിതമായിട്ട് എങ്ങനെ വരയ്ക്കാം? കാർട്ടൂണുകൾ വരയ്ക്കുന്ന പോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കണ്ടോ, കാർട്ടൂൺ ചിത്രങ്ങൾ വരയ്ക്കും. നോക്കൂ, ഇനി ഈ മൂക്കൊക്കെ തന്നെ വരയ്ക്കുമ്പോൾ
നോക്കുക, ദേ ചില മൂക്ക് ഇവിടെ ഒരു ഉണ്ട പോലെ അല്ലേ, ഇങ്ങനെയുള്ള മൂക്കായിരിക്കും. എല്ലാം നല്ലതാണ്, എല്ലാ മൂക്ക് കാണാനും ഒന്നും മോശമായതില്ല. നമ്മൾ ചിലതിനെ കണ്ട അത് മോശമാണ് ഇത് മോശമാണെന്ന് പറയും, ഒന്നുമില്ല. എല്ലാ ഷേപ്പും നല്ലതാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഷേപ്പ് നമ്മൾ നോക്കേണ്ടത് മാത്രം. ചില പറയത്തില്ല അവിടെ മൂക്ക് കൊള്ളത്തില്ല, അവൻ്റെ കണ്ണ് കൊള്ളത്തില്ല, ഇങ്ങനൊന്നും പറയാൻ പാടില്ല. എല്ലാത്തിനും പ്രപഞ്ചം ഒരു സൗന്ദര്യം വെച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് അല്ലേ. ചിലർക്ക് എരിവ് ഇഷ്ടമാണ്, ചിലർക്ക് എരിവ് അടുത്തുകൂടെ പോകാൻ പോലും പറ്റില്ല. അതിനർത്ഥം എരിവ് കൊള്ളത്തില്ലെന്നോ കൊള്ളാമെന്നോ അല്ല, ഇത് രണ്ടുപേരെ കാഴ്ചപ്പാടാണ്. എന്ന് പറയുന്ന പോലെ നമ്മുടെയൊക്കെ സൗന്ദര്യ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിനെയും നമ്മുടെ ആസ്വാദനത്തിനെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പൊതുവായിട്ട് കോമൺ ആയിട്ട് ഒന്നിനെയും വിലയിരുത്താനാവില്ല. ഞങ്ങളൊക്കെ ചിത്രകല പഠിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് കിട്ടുന്നതൊക്കെ ഒരു പഠന ഉപകരണം, പഠന സാമഗ്രിയെന്നോ അല്ലെങ്കിൽ ഒരു മോഡൽ മാത്രമാണ്. അവിടെ നമ്മൾ മറ്റൊന്നും ചെയ്യാറില്ല. ഓരോ തരം ആൾക്കാർ, ഓരോ അനുഭവങ്ങൾ, അങ്ങനെയാണ് കാണേണ്ടത് പലപ്പോഴും. നമുക്ക് നമ്മൾ ഈ ഗന്ധം കൊണ്ട് ചിലരെ തിരിച്ചറിയില്ലേ? എത്ര പ്രാധാന്യമാണല്ലേ മൂക്കിന് പ്രകൃതിയുമായിട്ട്. എവിടെയെങ്കിലും ഒരു വാഗ പൂത്താൽ നമ്മൾ പറയും, ഓ അവിടെ ഒരു വാഗ പൂത്തു, മൂക്ക് പറഞ്ഞു തരുമല്ലേ. കണ്ണിനാണെങ്കിൽ കാണണം, പക്ഷെ മൂക്കിന് രാത്രിയിലും അനുഭവിക്കാനാവും. അങ്ങനെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളീ പ്രകൃതിയുമായിട്ട് ചേർത്ത് നിർത്തുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. അതാണ് ഈ പഞ്ചഭൂതങ്ങളുമായിട്ട് നമ്മളെ ലയിപ്പിച്ച് ഇഷ്ടപ്പെടുത്തി നിർത്തുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചഭൂതങ്ങളെ അറിയുകയും പ്രപഞ്ചത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്ന പലപ്പോഴും നമ്മുടെ ഇത്തരം താല്പര്യങ്ങളെ ഇവിടെ പ്രപഞ്ചം ഉണർത്തി വെക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഓ എനിക്കിനി ജീവിക്കാനേ തോന്നുന്നില്ല എന്നൊക്കെ പറയും. കാരണം നമ്മളെ മോഹിപ്പിക്കുന്ന ഒന്നും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലോകത്തിൽ ഇങ്ങനെ ഒരു മായ എന്ന് പറഞ്ഞാലും അതിലൊക്കെ നിലനിർത്തുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ പല സങ്കടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ചില അവഗണനകളൊക്കെ ഉണ്ട്, നമ്മൾ മിക്കവാറും പറയുന്നതാണ്. അതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഈ താല്പര്യങ്ങളെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവന്നാൽ മതി. ചിലതിനെ എടുക്കാതിരിക്കുക, ചിലതിനെ എടുക്കേണ്ടതിനെ എടുക്കുക. എല്ലാവരെയും പരിഗണിക്കുന്നതിൽ നമുക്ക് വേണ്ടതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക. ഞാൻ ഇവിടെ അധികം വേറെ പറയാനില്ലാത്തതുകൊണ്ട് എനിക്കുണ്ടായൊരു അനുഭവം ഞാനിവിടെ പറയാം. പണ്ടല്ല, കുറച്ചു കാലം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ 3 പേര് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ വലിയ വാചകമൊക്കെ അടിക്കുന്ന നിങ്ങൾ സ്വഭാവത്തിൽ കൊള്ളില്ല. മീൻസ് എന്തൊക്കെയോ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. ഒന്നും എനിക്കറിയില്ല പറഞ്ഞപ്പോൾ. ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ട്, അത് എന്നെ പ്രകോപിപ്പിക്കാനാണെന്നാണ് അദ്ദേഹം കരുതി. പക്ഷെ നമ്മൾ പ്രകോപിതനായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് ഇദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ മിണ്ടാതിരുന്നത്, ചിരിച്ചുകൊണ്ട് നിന്നത്? മാത്രമല്ല പലതിനും ഞാൻ തലയാട്ടി, ശരിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി, അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ നോക്കിയപ്പോൾ എന്നിലില്ല. ഞാൻ അത്രയ്ക്കും ഒരു അങ്ങനെ ഒരാളല്ല. അദ്ദേഹം പറയുന്ന പോലെ വ്യക്തികളെന്ന് എനിക്കറിയാം എന്നെ. പക്ഷെ മറ്റേതൊക്കെ അദ്ദേഹത്തിൻ്റെ ശരികളാണ്, അതിനെ തിരുത്താനും ഞാൻ ആളല്ല. നോക്കൂ, നമ്മളിലേക്ക് ഒരാൾ എന്തെങ്കിലും ഒരു ആരോപണം കൊണ്ടുവരുമ്പോൾ നമ്മൾ അത് കേട്ട് പ്രകോപിതനാവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. നമ്മളെക്കുറിച്ച് ആർക്കും എന്തും പറയാം, പക്ഷെ മറ്റുള്ളവർ പറയുന്ന ഒരാളാണോ ഞാനെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ താളത്തിന് തുള്ളുന്നൊരു പാവയാണോ ഞാനെന്ന് ചിന്തിക്കണം. അല്ല എന്നാണ് ഉത്തരം കിട്ടിയെങ്കിൽ മതി, നിങ്ങൾ രക്ഷപ്പെട്ടു. നമ്മുടെ ജീവിതത്തിന് 90% പ്രശ്നങ്ങളും അവിടെ തീരും. അതിനാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആവണം നമ്മുടെ ഓരോ കാര്യങ്ങൾ. നമ്മളിവിടെ നിലനിൽക്കുമ്പോൾ പലതിലൂടെ നിസ്സംഗത പുലർത്തുകയും എന്നാൽ ഇഷ്ടമുള്ള ഒന്നിനെ സ്വന്തമാക്കണമെന്ന ശക്തമായ അദമ്യമായ ആഗ്രഹം ഉണ്ടായാൽ ആ ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ നമ്മൾ അറിയണം. അതാണ് പലപ്പോഴും നമുക്ക് ഈ സ്വതന്ത്രരാവാൻ സാധിക്കാത്ത ജീവിതത്തിൽ. ഈ വര കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളൊക്കെ വളരെ ഉന്നതമായ നിലവാരത്തിലുള്ള വ്യക്തികളാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരം വീഴ്ചകളൊക്കെ വരുമ്പോൾ നമ്മൾ പലതും മറക്കും അല്ലേ? ചില അനുഭവങ്ങൾ വരുമ്പോൾ എല്ലാം മറന്നു പോകും. അവിടെയൊക്കെയാണ് നമ്മളെ പിടിച്ചു നിർത്തേണ്ടതും നിലനിർത്തേണ്ടതൊക്കെ. ഇത്രയും പറയുന്നു. ഇനിയും ഞാൻ വേണമെങ്കിൽ 2-3 മൂക്കൊക്കെ വരയ്ക്കാം. കാർട്ടൂൺ ആയിട്ടൊക്കെ മൂക്ക് വരയ്ക്കുന്നത് നോക്കി ഇങ്ങനെയൊക്കെ വരച്ചിട്ട് കണ്ടു.
ഇങ്ങനെ വരയ്ക്കുക. ഈ മൂക്ക് കണ്ടോ, പെണ്ണുങ്ങൾ മൂക്കുത്തി ഇടുന്നല്ലേ, ഇവിടെയാണ് ഇങ്ങനെ ചെറിയ മൂക്കുത്തി. ഇനി മൂക്ക് തുളച്ചിരുന്ന കമ്മലൊക്കെ ഇങ്ങനെ ഇടും, അല്ലെങ്കിൽ മൂക്ക് തുളച്ചിരുന്ന ചെറിയ റിങ്സൊക്കെ ഇങ്ങനെ ഇടും, റിങ്ങുകളൊക്കെ ഇടും. സോ അങ്ങനെയാണ് നോക്കുക. നിങ്ങൾ ഇതൊക്കെ വരയ്ക്കുമ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടത് പെൻസിലിൻ്റെ ഒരു ഒഴുക്കുണ്ടല്ലോ, അതിനെ വിട്ട് കളയരുത്. ഇത് കണ്ട് ഇങ്ങനെ വരയ്ക്കാനുണ്ടാവണം. കണ്ടോ, നമ്മൾ ധൈര്യപൂർവ്വം വരയ്ക്കുക. പടം തെറ്റിപ്പോകുന്ന ഒരാളും ചിന്തിക്കില്ല. തെറ്റിപ്പോയാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ ഇറേസറുണ്ട്, നമ്മൾ ഇറേസ് ചെയ്യും. തെറ്റണമല്ലോ, തെറ്റ് സ്വാഭാവികമാണ്. അത് ഓർത്ത് വിങ്ങിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും തെറ്റും. ഞാനൊക്കെ തന്നെ സീരിയസ് ആയിട്ട് ചില ചിത്രം വരയ്ക്കുമ്പോൾ എത്രയോ പ്രാവശ്യം വായിക്കാറുണ്ട്. അങ്ങനെ ശരിയാക്കുമ്പോഴാണ് ആ ചിത്രത്തിൻ്റെ ഒരു പൂർണ്ണത വരുന്നത്. അതുകൊണ്ട് ചിത്രകല പഠിക്കുന്ന നിങ്ങൾ ആരും തന്നെ എനിക്ക് തെറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ തെറ്റിപ്പോകുമെന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും ചിത്രകലയെ സമീപിക്കാതിരിക്കുക. ചിത്രകല എന്നല്ല മറ്റെന്തിനേയും, നമുക്കറിയാത്തത് പലതും പഠിക്കുന്ന വേളയിൽ നമുക്ക് തെറ്റണം. തെറ്റി ശരിയാക്കുമ്പോഴാണ് ആ ശരിക്കൊരു സുഖമുള്ളത്. അതുകൊണ്ട് തന്നെ ചിത്രകല ചെയ്യുന്നവരോടൊക്കെ ഞാൻ പറയുന്നത്, ഞാനിവിടെ ഒരു ഫിനിഷിംഗ് വർക്ക് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ് മൂക്ക്. അതിൻ്റെ ഒരു ഘടനയെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി ഏത് തരത്തിലുള്ള മൂക്ക് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഇത് നേരെ താഴെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് മൂക്ക് കാണുന്നല്ലേ. മൂക്കിൻ്റെ പാലം ചുണ്ടിലേക്ക് എത്തുന്നത് ഇവിടെയാണിത്, ഈ ഭാഗം കണ്ടോ. ഇത് നിങ്ങൾ നോക്കൂ, ഇത്രയേ ഉള്ളൂ കണ്ടോ. കണ്ണും പുരിയൊക്കെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും. അത് ഇത്തരം ആക്ഷനിലേക്ക്, ഇത്തരം ചിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നേരിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുക. ഇതാണ് ചുണ്ടിലേക്ക് പോകുന്ന ഭാഗം കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇത് വരയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ മൂക്കിൻ്റെ വിവിധ ഭാവങ്ങളെ, മൂക്കിൻ്റെ പല ആംഗിളുകളെ നിങ്ങൾ ചിത്രങ്ങളായിട്ട് എടുത്തുകൊണ്ട് നിങ്ങളെപ്പോൾ എടുക്കേണ്ടതൊക്കെ എൻ്റെ ഈ വരയ്ക്കുന്ന രീതി മാത്രമാണ്. ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് ഇത് വന്നത് തന്നെ, ഞാൻ പറയുന്ന ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വെറുതെ ഞാൻ വന്നിരുന്ന് വരച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ആദ്യം ചിന്തിച്ചുറപ്പിച്ചിട്ടാണ് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഞാനും കൂടി ഇവിടെ വന്നത്. മനോഹരമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുക, നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്ന ഒരുപാട് പേര് യൂട്യൂബിലുണ്ട്. നിങ്ങൾ അവരുടെയൊക്കെ ചിത്രങ്ങൾ കൂടെ നോക്കുകയും അതിൽ നിന്ന് മനസ്സിലാകുന്നതൊക്കെ എടുത്തിട്ടും ഒക്കെ വരണം. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമാവും. നിങ്ങൾ നന്നായിട്ട് വരച്ച് പഠിക്കുക. അനാട്ടമി നല്ല കാര്യമാണ്. ഫിഗർ ഡ്രോയിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് ഇതുപോലെയുള്ള നമ്മുടെ അവയവങ്ങളൊക്കെ വരച്ച് പഠിക്കേണ്ടത്. കൈവിരലുകൾ, കാൽവിരലുകൾ ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത്രയും ചിത്രങ്ങൾ ഞാൻ വളരെ ലളിതമായിട്ട് വരച്ച് കാണിച്ചു. ഇതിലൊന്നും തന്നെ നിങ്ങൾക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കിയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതി നിങ്ങൾ എടുക്കുകയും വരയ്ക്കുകയും ചെയ്യുക. അടുത്തൊരു ചിത്രമായിട്ട് നമുക്ക് വരാം. അപ്പോൾ നിങ്ങളിത് വരയ്ക്കുമെന്ന് എനിക്കറിയാം. നമുക്ക് കിട്ടുന്ന ഒരുപാട് കമൻറ്റുകളുണ്ട് പേഴ്സണലായിട്ട് തന്നെ. എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു ചിത്രം കൂടെ ഉടനെ അല്ലെങ്കിൽ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്യാം. ഒരുപാട് ഇഷ്ടം. സുധീർ കൃഷ്ണനാണ്. നന്ദി.